അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ചാൽ അത് ആയുധവും കഴുത്തിലിട്ടാൽ അത് ആഭരണവും എന്ന്. ആ ഒരു സാക്ഷ്യം എന്നെ ഒരുപാട് സ്പർശിച്ചു. ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപം എൻ്റെ കൈകളിൽ ഏന്തി ഞാൻ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്കൊരു വഴി വേണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ നിനക്ക് വഴി തരാം, എന്തിനാണ് നമ്മൾ തമ്മിൽ വൈരാഗ്യം എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തന്നു കഴിഞ്ഞാൽ ഞാൻ ആ തോട് കെട്ടുന്നതിന് എനിക്ക് തോന്നുന്നു കുറഞ്ഞത് 6 ലക്ഷത്തി മേളിലായിട്ട് എനിക്കൊരു എമൗണ്ട് ആവും. അത് കൂടാതെ വഴിയുടെ എമൗണ്ട് അവർ പറഞ്ഞത് 20 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇരിക്കും ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനെ ഞാൻ ആ തോടിൻ്റെ അതിലുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് ആ തോടിൻ്റെ സൈഡിലേക്ക് വന്നിട്ട് അദ്ദേഹം അവിടെ നിന്നില്ല. അദ്ദേഹം പിന്നെ മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞു, തോടിൻ്റെ ഇതിലെയാണല്ലോ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ്. പക്ഷേ അദ്ദേഹം അവിടെ നിൽക്കാതെ ഞാൻ എവിടെയാണോ ഉപ്പിട്ടത് അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇതിലേ വഴി തരാമെന്ന്. അത് വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. 40 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടിയിൽ 10ാമത്തെ ദിവസമാണ് എനിക്കിത് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു മാതാവ് എന്നെ ആ ഉടമ്പടിയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ഈ ആദ്യത്തെ ഇതെനിക്ക് തന്നത്.